Hi everyone, welcome back to Bismi's Food Cart. ഇന്ന് ഞാനൊരു ഈസി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസ് പുഴുങ്ങിയ പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. ഇത് കുക്കറിൽ 3 വിസിലടിച്ച് പുഴുങ്ങിയെടുത്ത പൊട്ടാറ്റോ ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാളയും 1/2 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും 5 ബീൻസ് അരിഞ്ഞതും 1/2 ക്യാപ്സിക്കം അരിഞ്ഞതും 1 പച്ചമുളക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇത് നല്ലതായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 3/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട്ലറ്റ് ഷേപ്പിലാക്കി എടുക്കാം. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡിയായി. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്ത റെസിപ്പിയാണ്. അതുകൊണ്ട് ഇത് ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്. ഇത് ഞാൻ മോൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ടിഫിനിലേക്ക് മാറ്റാം. ഞാനിവിടെ വെജിറ്റബിൾ കട്ട്ലറ്റും കെച്ചപ്പും കൂടിയാണ് കൊടുത്തു വിടുന്നത്.
ഇനിയും ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ടിഫിനിലേക്ക് മാറ്റാം. ഞാനിവിടെ പൊമിഗ്രനേറ്റും വാൾനട്ടുമാണ് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടിഫിൻ റെഡിയായി കഴിഞ്ഞു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.